ഹലോ, നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടൊരു നൂഡിൽസിൻ്റെ റെസിപ്പി കണ്ടാലോ? അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ നേരത്തെ ഇത് നൂഡിൽസ് വേവിച്ച് വെച്ചേക്കുന്നതാണ്. അത് ആവശ്യത്തിനുള്ള നൂഡിൽസ് എടുക്കുക. പിന്നെ വീട്ടിലുള്ള പച്ചക്കറി, ഞാൻ ഇവിടെ ക്യാരറ്റും ബീൻസും സവോളയും പിന്നെ മസ്റ്റ് ഹാവ് ഐറ്റമാണ് വെളുത്തുള്ളിയും അതും എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കി പൊരിച്ച് വെച്ച മുട്ടയും നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനും, ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനാണ്. അതെടുക്കണം. പിന്നെ ഒരു പാൻ വെക്കണം, ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. എപ്പോഴും വെളിച്ചെണ്ണേക്കാളും നല്ലത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിക്കുന്നതാണ്. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചേക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ ആദ്യമേ വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചക്കറി എല്ലാം ഇടണം. ഇതിനകത്തോട്ട് ക്യാബേജും ക്യാപ്സിക്കവും സ്പ്രിംഗ് ഒനിയനും ഒക്കെ ഇടുന്നത് നല്ലതാണ്. അതൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കണം. എപ്പോഴും പച്ചക്കറി ഹാഫ് കുക്ക് ആകാവുള്ളൂ. അത് കഴിഞ്ഞ് ചിക്കി പൊരിച്ച് വെച്ചേക്കുന്ന മുട്ടയിടണം. പിന്നെ ചിക്കൻ ഇടണം. എന്നിട്ട് നല്ലപോലെ ഇളക്കണം. ഇളകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി. പിന്നെ നമ്മൾ ഫ്ലാഷ് കത്തിച്ച് വെച്ചിട്ടാണ് ബാക്കി വീഡിയോ എടുത്തത്. ഇത് നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന നൂഡിൽസ് ഇല്ലേ, അത് ഇതിനകത്തോട്ട് ഇടണം. എന്നിട്ടത് നല്ലപോലെ ഇളക്കി എല്ലാം കൂടെ മിക്സ് ആക്കണം. തീ കൂടുതലാണെങ്കിൽ തീ കുറയ്ക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക. നമ്മൾ നൂഡിൽസ് വേവിച്ചപ്പോഴത്തേനും ഉപ്പിട്ട് വേണം വേവിക്കാൻ. നമ്മളത് മറന്നു പോയതുകൊണ്ടാണ് കൂടുതൽ ഉപ്പിട്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ച കുരുമുളക് ഏറ്റവും നല്ലത്, അതുണ്ടെങ്കിൽ അതിടുക. പിന്നെ ടൊമാറ്റോ സോസും സോയാ സോസും നല്ലതാണ്. നമ്മുടെ കയ്യിൽ സോയാ സോസ് ഇല്ലാത്തതുകൊണ്ട് ഉള്ള ടൊമാറ്റോ സോസ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിക്കാം.